5 ദിവസത്തെ സന്ദർശനത്തിനായി ജർമ്മനിയിൽ എത്തിച്ചേർന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബെർലിനിലെ ഹെർട്ടി സ്കൂളിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുന്നതിനിടെ ബി.ജെ.പിക്കെതിരെ ആഞ്ഞടിച്ചു. രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും അന്വേഷണ ഏജൻസികളെയും ബി.ജെ.പി സ്വന്തം രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ചർച്ചയായതോടെ ബി.ജെ.പി രാഹുലിനെതിരെ രംഗത്തെത്തി. വിദേശ മണ്ണിൽ ചെന്ന് ഇന്ത്യ അപമാനിക്കുകയാണെന്നായിരുന്നു ബി.ജെ.പിയുടെ ആരോപണം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI തുടങ്ങിയ ഏജൻസികളെ ഉപയോഗിച്ചാണ് ബി.ജെ.പി പ്രതിപക്ഷത്തെ വേട്ടയാടുന്നതെന്നും ബി.ജെ.പി അനുകൂലികൾക്കെതിരെ ഒരു കേസ് പോലുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസ് കെട്ടിപ്പടുത്ത ഭരണഘടനാ സ്ഥാപനങ്ങളെ ബി.ജെ.പി തങ്ങളുടേത് മാത്രമായി കാണുന്നു. ജനാധിപത്യം കടുത്ത ആക്രമണം നേരിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് മോഷണം നടന്നുവെന്നും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നീതിയുക്തമായിരുന്നില്ലെന്നും രാഹുൽ ഗാന്ധി ആവർത്തിച്ചു. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി മോദിയുടെ സാമ്പത്തിക മാതൃക പരാജയമാണെന്നും അത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നയങ്ങളുടെ തുടർച്ച മാത്രമാണെന്നും അദ്ദേഹം പരിഹസിച്ചു. മോദിയുടെ കാഴ്ചപ്പാട് ഇന്ത്യക്കാർ തമ്മിൽ പോരടിക്കുന്ന അവസ്ഥയുണ്ടാക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അതേസമയം രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾക്കെതിരെ ബി.ജെ.പി വക്താവ് പ്രദീപ് ഭണ്ഡാരി രംഗത്തെത്തി. രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ഏകോപിപ്പിക്കുകയാണെന്നായിരുന്നു പ്രദീപ് ഭണ്ഡാരിയുടെ ആരോപണം. ഇന്ത്യയെ സ്നേഹിക്കുന്ന ആരെങ്കിലും രാജ്യം പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ജോർജ് സോറസിനെ പോലെയുള്ളവരുമായി ചേർന്ന് രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും ബി.ജെ.പി ആരോപിച്ചു. സംഭവത്തിൽ ബി.ജെ.പി നേതാവ് ശോഭ കരന്ത്ലാജെയും പ്രതികരണവുമായി രംഗത്തെത്തി. രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന ഇന്ത്യ വിരുദ്ധ നേതാവാണെന്നായിരുന്നു ശോഭ കരന്ത്ലാജെ ആരോപിച്ചത്.